മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നത് പോലെ നമ്മൾ ഫ്രീക്വൻസി ഡയഗ്രാംസ് മൊത്തത്തിൽ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ടോപ്പിക്ക് മാത്രം എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മക്കളമാരെല്ലാം ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഒക്കെ ഉണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും, പക്ഷെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടാകും. ഓക്കെ, സെറ്റ് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, ഫ്രീക്വൻസി ഡയഗ്രാം നമുക്ക് എത്ര തിരിക്കാം? 4 എണ്ണമായിട്ട് തിരിക്കാം. എന്തൊക്കെയാണത്? ഹിസ്റ്റോഗ്രാം ഉണ്ട്, ഫ്രീക്വൻസി പോളിഗൺ ഉണ്ട്, ഫ്രീക്വൻസി കർവ് ഉണ്ട്, ഒജീവ്സ് ഉണ്ട്. നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത് ഈ മേലത്തുള്ള ആശാന്റെ പേരാണ്. ആശാൻ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പഠിക്കാൻ പോകുന്നത്. ഹിസ്റ്റോഗ്രാമിനെ എങ്ങനെ വരയ്ക്കാം, എങ്ങനെ എളുപ്പത്തിൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരേണ്ടത് അത് തമ്മിൽ ബാറുകൾ തമ്മിൽ ഒരു ഗ്യാപ്പും ഇല്ല. അത് സെറ്റ് ഓഫ് റെക്ടാങ്കിൾസ് ആണ്. അത് തമ്മിൽ എന്തില്ല? ഒരു ഗ്യാപ്പും അവിടെ ഇല്ല. നമ്മൾ ബാർ ഡയഗ്രാം വരയ്ക്കുന്ന പോലെ അല്ല, ഡിഫറെന്റ് ആണ്. നോക്കിക്കോ, ഇവിടെ ഡേറ്റ കൊടുത്തിട്ടുണ്ട്, മാർക്ക് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് 0 to 10, 20 to 20, അതേപോലെ 20 to 30, അതാണ് എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര ഫ്രീക്വൻസി ആണെന്നുള്ളതാണ് ഞാൻ വൈ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. അത് മക്കൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. എക്സ് ആക്സിസും വൈ ആക്സിസും തിരിഞ്ഞു പോകരുത്, വരയ്ക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ. സെറ്റ് അല്ലേ? ഇത് നോക്കിക്കോ, നമുക്ക് നോക്കാം. യെസ്, 0 to 10 നേരെ എന്താ കൊടുത്തിരിക്കുന്നത്? 5 ആണ്. 0 to 10 ഒരു കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് എന്ത് വരയ്ക്കാം? 5 അവിടെ വരയ്ക്കാം. യെസ്, ഇനി 10 to 20 എത്രയാണ്? 10 ആണ്. 10 to 20 ഇതാ ഇവിടെ വരും. 10ന്റെയും 20യുടെ വരയ്ക്കുക. യെസ്, അങ്ങനെ വരയ്ക്കുക, യോജിപ്പിച്ച് വരയ്ക്കുക. നമുക്ക് ആദ്യം മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ വരയ്ക്കാം. ഇനി 20 to 30 15 ആണ്. 20 to 30 15 ആണ്. സെറ്റ് ആയില്ലേ? ഇനി 30 to 40 20 ആണ്. ഇങ്ങനെ വരും. ഇനി 40 to 50 12 ആണ്. 40 to 50 12 എന്ന് പറയുമ്പോഴത്തേക്കും 10 ജസ്റ്റ് മേളിലേക്കായിരിക്കും അല്ലേ? യെസ്, ഇവിടെ വരും. ഇനി 50 to 60 ആണ്. 50 to 60 ഇത് ഞാൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി പോയതുകൊണ്ടാണ് ഒന്നുകൂടെ വരച്ചത്. 50 60 എത്ര? 50 to 60 8 ആണ്. 8 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഇവിടെ ഇട്ട് കൊടുക്കാം അല്ലേ? യെസ്, ഈ ഒരു റേഞ്ചിലായിട്ട് കൊടുക്കാം. ഇനി 60 to 74 ആണ്. 4 എപ്പോഴും 5ന് താഴെ ആയിരിക്കുമല്ലോ, അതറിയാലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാടാ? ഇതൊക്കെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നോക്കിക്കോ. യെസ്, ലൈക്ക് ദിസ്. യെസ്, ഇങ്ങനെ നമ്മൾ എല്ലാം ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇതേ ഉള്ളൂ. ഹിസ്റ്റോഗ്രാം കിട്ടി. സെറ്റ് അല്ലേ? നമുക്ക് ഇതിന്റെ മേലെ ഫ്രീക്വൻസി എഴുതി വെക്കാം അല്ലെ? ഇതെത്രയായിരുന്നു? 5 ആയിരുന്നു. ഇതെത്രയായിരുന്നു? 10 ആയിരുന്നു. ഇതെത്രയായിരുന്നു? 15 ആയിരുന്നു. ഇതെത്രയായിരുന്നു? 20 ആയിരുന്നു. ഇത് 12 ആയിരുന്നു. ഇതെത്ര? 8 ആയിരുന്നു. ഇത് 5ന് താഴെ 4 ആയിരുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പഠിച്ചേ. ഇനി ഏതൊരു ഡേറ്റ് തന്നിട്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരയ്ക്കാമല്ലോ മക്കൾമാർക്ക്. ഇനി ചിലപ്പം ക്വസ്റ്റ്യനകത്ത് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ മാത്രമല്ലായിരിക്കും ചോദിച്ചിരിക്കുന്നത്, മോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഗ്രാഫിക്കലി ഒരു ഗ്രാഫ് വരച്ചിട്ട് എങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അയ്യോ മിസ്സേ മറന്നുപോയി, അറിയില്ല. അത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പഠിക്കാം. നോക്കിക്കോ, നമ്മൾ എങ്ങനെയാണ് ഗ്രാഫിക്കലി മോഡ് വരയ്ക്കുന്നത്. യെസ്, നമ്മൾ ഇതെടുത്തു. നമ്മൾ ഹിസ്റ്റോഗ്രാം ആദ്യം വരയ്ക്കണം. മോഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹിസ്റ്റോഗ്രാം ആദ്യമേ വരയ്ക്കണം. ഹിസ്റ്റോഗ്രാം വരച്ചു. ഇനി ഇവിടെ ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഏതാ? ഹൈയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 20 അല്ലേ? യെസ്, 20 ആണ് ഹൈയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 20 ആണ് ഹൈയസ്റ്റ് ഫ്രീക്വൻസി. ആ 20 എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഏതിന്റെ ഇടയ്ക്കാണ് വരുന്നത്? 30 to 40. ആ 30 to 40 ആണ് നമ്മുടെ മോഡൽ ക്ലാസ് ആയിട്ട് വരുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇത്രയും സെറ്റ് അല്ലേ? മനസ്സിലായല്ലേ? ഒന്നുകൂടെ പറയാം. നമ്മൾ ഹയസ്റ്റ് ഫ്രീക്വൻസി എടുത്തു, അതിന് നേരെ താഴെയുള്ള ആ ഇന്റർവെൽ ആണ്, അത് ആ ക്ലാസ് ആണ് മോഡൽ ക്ലാസ് ആയിട്ട് എടുത്തത്. അതായത് 30 to 40 ആണ് മോഡൽ ക്ലാസ്. ഇനി നോക്കിക്കോ, ഈ 20യുടെ 2 അറ്റം നമുക്ക് മാർക്ക് ചെയ്യാം. 2 കോർണർ പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഈ കോർണർ പോയിന്റ്സിൽ നിന്ന് അടുത്ത ഫ്രീക്വൻസിയിലോട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അവിടെ നിങ്ങടും വരച്ചു, ഇവിടെ നിങ്ങടും വരച്ചു. സെറ്റ് ആയാലും ഹയസ്റ്റ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ മോഡ് വരയ്ക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഇനി നോക്കിക്കോ, ഈ കൂട്ടിമുട്ടിയ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? നേരെ താഴോട്ട് ലൈൻ വരയ്ക്കാം. എക്സ് ആക്സിസിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ വരയ്ക്കാം. ഇതാണ് മോഡ്. ഇങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുന്നത്. ഇത് 30യുടെയും 40യുടെയും കറക്റ്റ് നടുക്കല്ല, ഒന്നൊരു 33 34 പറയാം. ഇനി 30യുടെ 40യുടെ നടുക്കാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 35 ആണ് മോഡ് എന്ന് പറയാം. ഇപ്പൊ ഒരു 33 വരും മോഡ് എന്ന് പറഞ്ഞിട്ട്. സെറ്റ് അല്ലേ? നിങ്ങൾക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്ന മനസ്സിലായി, ഗ്രാഫിക്കലി എങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുന്നതെന്നും മനസ്സിലായല്ലോ.
ഓക്കെ, ഞാനിവിടെ ആദ്യം നിങ്ങൾക്ക് വരച്ച് കാണിച്ച അതേ ഹിസ്റ്റോഗ്രാം ആണ്. ആ ഹിസ്റ്റോഗ്രാം നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു മോഡ്? യെസ്, ഇങ്ങനെ കണ്ടുപിടിച്ചു. മോഡൽ ക്ലാസ് ആയിട്ട് നമ്മൾ 30 ഹയസ്റ്റ് ഫ്രീക്വൻസി ഫസ്റ്റ് എടുത്തു, അത് 20 ആണ്. അതിന്റെ നേരെ താഴെയുള്ള ക്ലാസ് 30 to 40, അതാണ് മോഡൽ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോർണർ പോയിന്റ്സ് എടുത്തു. ഓക്കെ, 32 ആണ് വരുന്നത്. ഇനി നോക്കിക്കോ. യെസ്, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി പോളിഗണെ പറ്റിയാണ്. പോളിഗൺ ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും വരയ്ക്കാം, ഹിസ്റ്റോഗ്രാം ഉള്ള രീതിയിലും വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് ഹിസ്റ്റോഗ്രാം വെച്ചിട്ട് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഇനി ഹിസ്റ്റോഗ്രാം ഇല്ലാതെ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഈ ഹിസ്റ്റോഗ്രാമിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. സെയിം ഒരു മെത്തേഡ് തന്നെയാണ്, മെത്തേഡിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഫ്രീക്വൻസി പോളിഗണിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ചായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. നോക്കിക്കോ, ഇവിടെ ഡേറ്റ കൊടുത്തിട്ടുണ്ട്, മാർക്ക് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മാർക്സ് എക്സ് ആക്സിസിലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് വൈ ആക്സിസിലുമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ 5ന്റെ ഫ്രീക്വൻസി 5, 10, 15, 20, 25 ആ ഇന്റർവെല്ലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഫ്രീക്വൻസി എന്താ കൊടുത്തിട്ടുള്ളത്? യെസ്, ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയുന്ന സമയത്ത് എന്താ വന്നിട്ടുള്ളത്? യെസ്, 10, 15, 20, അതെ, യെസ്, 10 to 20 ആണ്. 10 to 20 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 to 20 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? യെസ്, 10 to 20 എത്രയാണ് വരുന്നത്? 10 ആണ്. 10 to 20 നമുക്ക് കിട്ടുന്നത് 10 ആണ്. യെസ്, ഞാനിവിടെ 10 വരച്ചു. ഇനി 20 to 30 എത്രയാണ്? 15 ആണ്. 20 to 30 15 ആണ്. 30 to 40 എത്രയാണ്? 30 to 40 20 ആണ്. 30 to 40 20 ആണ്. 40 to 50 22 ആണ്. 22 ജസ്റ്റ് മേലേക്ക്. ഇനി 50 to 60 എത്രയാണ്? 50 to 60 15 ആണ്. നേരെ ഇവിടെ തന്നെ വരുന്നത് അല്ലേ? ഇനി 60 to 70 എത്രയാണ് വരുന്നത്? 10 ആണ് വരുന്നത്. 60 to 17 17 അല്ല, 70 10 ആണ് വരുന്നത്. ഓക്കെ, 10, 15, 20, 22, 15, 10. ഓക്കെ, ഇനി ഹിസ്റ്റോഗ്രാം ജോയിൻ ചെയ്യാൻ അറിയാലോ. ഇവിടെ 0 അല്ല തുടങ്ങുന്നത്, അത് തെറ്റിപ്പോരുത്, അത് മറന്നു പോരുത്. യെസ്, ജോയിൻ ചെയ്യാം. യെസ്, സെറ്റല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാ വരുന്നത്? 10, 15, 20, 22, 15, 10. നമുക്കത് എഴുതി വെച്ചാലോ. 10, 15, 20, 22, പിന്നെന്താ 15, പിന്നെ 10. 60 to 70, 10. കറക്റ്റ് ആയിട്ട് ഹിസ്റ്റോഗ്രാം വരച്ചു. ഇനി എങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത് നോക്കിയോ. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്ന സമയത്ത് കണ്ടോ, ഇതിന്റെ മിഡിൽ പോയിന്റ് എടുക്കുക. അതായത് 10ന്റെയും 20ന്റെയും മിഡിൽ പോയിന്റ് എത്ര? 15 ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ നടുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി ഇതിന്റെ മിഡിൽ പോയിന്റ്സ് എല്ലാം എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. കണ്ടോ, ഈ 15 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ 10ന്റെയും ഈ 20ന്റെയും നടുവിലുള്ള പോയിന്റ് ആയിരിക്കും 15. അതിനൊരു സംശയമില്ലല്ലോ. അത് നേരെ മേലേക്ക് നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? യെസ്, ഒരു ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ വരച്ചില്ലേ? കിട്ടിയില്ലേ? ഫ്രീക്വൻസി പോളിഗൺ കിട്ടിയില്ലേ? ഇതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് എന്തില്ലാതെ വരയ്ക്കാം? ഹിസ്റ്റോഗ്രാം ഇല്ലാതെ വരയ്ക്കാം. ഹിസ്റ്റോഗ്രാം ഇല്ലാതെ വരയ്ക്കാനാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? യെസ്, അതൊന്ന് മാറ്റിയാൽ മതി. കറക്റ്റായിട്ട് നമ്മൾ ഏത് പോയിന്റ് മാർക്ക് ചെയ്യണം? യെസ്, നോക്കിക്കോ, ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. യെസ്, ഈ 10ന്റെയും 20യുടെയും നടുക്കുള്ള പോയിന്റ് അതെടുത്തു. 20യുടെയും 30യുടെയും നടുക്കുള്ള പോയിന്റ് അത് ഏതാ? ഫ്രീക്വൻസി നോക്കി മാർക്ക് ചെയ്യണം. 15 അതാണ് ഇവിടെയാണ് മാർക്ക് ചെയ്യണത്. അല്ലെ 10ന്റെ എവിടെയെങ്കിലും കൊണ്ട് മാർക്ക് ചെയ്യരുത്. 10ന്റെയും 20യുടെയും നേരെ ഏതാ ഉള്ളത്? 10 ആണ്. ആ 10ന്റെ നേരെ ഇതിന്റെ നടുക്ക്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. ഹിസ്റ്റോഗ്രാം ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ മാർക്ക് ചെയ്ത് ഇവിടെ വരച്ചു. ഇതാണ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ, അത് സെറ്റ് അല്ലേ? ഇനി ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത് ജസ്റ്റ് ആസ് ഫ്രീക്വൻസി പോളിഗൺ പോലെ തന്നെയാണ്, സെയിം ആണ്. പക്ഷെ വ്യത്യാസം എന്താ? നമ്മൾ ഫ്രീ ഹാൻഡ് ഉപയോഗിച്ച വരയ്ക്കുന്നത്. ഇവിടെ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുന്നത്. എനിക്ക് സ്കെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വെച്ചാണ് ഫ്രീക്വൻസി പോളിഗൺ വരച്ചത്. ഇനി ഫ്രീക്വൻസി കർവ് നമുക്ക് എങ്ങനെയും വരയ്ക്കാം? ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും വരയ്ക്കാം, ഹിസ്റ്റോഗ്രാം വെച്ചുകൊണ്ടും വരയ്ക്കാം. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്. ആ ഡേറ്റയിൽ നമ്മൾ എന്ത് വരയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു ഹിസ്റ്റോഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. നോക്കിക്കോ,
നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, മിസ്റ്റർ 0 to 10 വരുമ്പോൾ നമ്മൾ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇപ്പൊ ഈ ഫ്രീക്വൻസി പോളിഗൺ 10 to 20 ആയതുകൊണ്ടാണ് ഈ നടുക്കുന്നത് തുടങ്ങിയത്. ഇനി ഇവിടെ ഒരു ഗ്യാപ്പും ഇല്ലാതെ ഇവിടുന്ന് തുടങ്ങുവാണെങ്കിൽ എവിടുന്ന് തുടങ്ങുന്ന ഒരു ഡൗട്ട് വരില്ലേ? ആ ഡൗട്ട് ഇതോടെ ക്ലിയർ ആകും. നോക്കിക്കോ. അപ്പൊ ഞാൻ ഇവിടെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്, വേജസ് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ വേജസ് ആണ് ഞാൻ എക്സ് ആക്സിൽ കൊടുത്തിട്ടുള്ളത്, ഫ്രീക്വൻസി ഞാൻ വൈ ആക്സിസിലും കൊടുത്തു, എക്സ്. ഇനി ഇതിന്റെ മിഡ് പോയിന്റ്സ് ഞാൻ എന്ത് ചെയ്തു? നേരത്തെ ഫ്രീക്വൻസി പോളിഗൺ പോലെ തന്നെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ 0 to 10 ആ തുടങ്ങുന്നത്. നമ്മൾ എവിടുന്ന് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുക? യെസ്, നെഗറ്റീവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. അവിടുന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? യെസ്, ഫ്രീക്വൻസി കർവ് സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഫ്രീക്വൻസി പോളികളാണല്ലോ അങ്ങനെ വരുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇവിടെ ഞാനിവിടെ ഫ്രീക്വൻസി കർവിൽ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡേറ്റ എടുത്തതാണ്. നോക്കിക്കോ, ഫ്രീ ഹാൻഡോടെ ജോയിൻ ചെയ്യുക. ഫ്രീ ഹാൻഡ് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ ഡൗട്ട് ഇല്ലല്ലോ. അതില്ലാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? ഇത് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഫ്രീക്വൻസി വരയ്ക്കുന്നത്, കർവ് വരയ്ക്കുന്നത്. ഫ്രീ ഹാൻഡോടെയാണ് വരയ്ക്കുന്നത്. ഇനി ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, അവിടെ സ്കെയിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. നോക്കിയേ, യെസ്, കറക്റ്റ് ആയിട്ട് ഞാൻ അവിടെ വരച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒജീവ്സ് ആണ്. ഹിസ്റ്റോഗ്രാം പഠിച്ചു, ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് ഫ്രീക്വൻസി പോളിഗൺ പഠിച്ചു, ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഫ്രീക്വൻസി പോളിഗൺ പഠിച്ചു. ഹിസ്റ്റോഗ്രാം വെച്ചും നമ്മൾക്ക് ഫ്രീക്വൻസി കർവ് വരയ്ക്കാം, അല്ലാതെയും കർവ് വരയ്ക്കാം. ഇനി ഇപ്പോൾ 0 to 10 ആണ് തുടങ്ങുന്നത്. പോയിന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം? യെസ്, ഇപ്പുറത്തേക്ക് ഒരു ലൈൻ വെച്ച് നെഗറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുവരെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം? ഒജീവ്സിലേക്ക് പോകാം. ഒജീവ്സ് എന്ന് പറയുമ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ആഡ് ചെയ്ത് പോകുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒജീവ്സിനെ രണ്ടായിട്ട് തിരിക്കാം, ലെസ് ദാൻ ടൈപ്പും മോർ ദാൻ ടൈപ്പും. ലെസ് ദാൻ ടൈപ്പും മോർ ദാൻ ടൈപ്പും എന്താണെന്ന് പറയാം. ലെസ് ദാൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ എടുക്കുന്നത്? ലെസ് ദാൻ ഒരു പ്രിഫിക്സ് വെച്ചിട്ട് അപ്പർ ലിമിറ്റ്സ് എടുക്കും. അതായത് ലെസ് ദാൻ 5, ലെസ് ദാൻ 10, ലെസ് ദാൻ 50. അതായത് 5ന് താഴെ എത്രയുണ്ട്, അപ്പൊ നമുക്ക് അപ്പർ ലിമിറ്റ് എടുത്താലേ വരത്തുള്ളൂ. 5ന് താഴെ എത്ര എണ്ണാണ് വന്നിരിക്കുന്നത്, 10ന് താഴെ എത്ര എണ്ണാണ് വന്നിരിക്കുന്നത്, അങ്ങനെയാണ് വരുന്നത്. ഇനി എന്താ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും ഇവിടെ? യെസ്, ഒന്നിനും ഒന്ന് പുറകായിട്ട് നമ്മൾ ആഡ് ചെയ്ത് പോകും. ഓക്കെ, ലെസ് ദാൻ ടൈപ്പിൽ നിങ്ങൾ ആലോചിക്കേണ്ട 2 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. അപ്പർ ലിമിറ്റ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പർ ലിമിറ്റ്സ് എടുത്തിട്ട് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ എടുക്കുന്നത്? ഫ്രീക്വൻസീസ് ആഡ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, ഇത് നോക്കിക്കോ, അവിടെ ഡേറ്റ തന്നിട്ടുണ്ട്. ഈ ഡേറ്റ എന്ത് കണ്ടുപിടിക്കണം? യെസ്, ലെസ് ദാൻ സീരീസ് കൺസ്ട്രക്ട് ചെയ്യണം. അതിന് നമ്മൾ 4 കോളം ഞാൻ വരച്ചു. 4 കോളം. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഇതേപോലെ ഫസ്റ്റ് 2 കോളത്തിൽ തന്നിരിക്കുന്ന ഡേറ്റ അതേപോലെ എഴുതി. ഇനി ലെസ് ദാൻ സീരീസ് ഞാൻ ഇവിടെ കൊടുത്തു. പിന്നെ എന്ത് കൊടുത്തു? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ഞാൻ ഇവിടെ കൊടുത്തു. കളർ മാറ്റി എഴുതാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഏത് പ്രിഫിക്സ് എടുക്കണ്ടേ? ലെസ് ദാൻ അപ്പർ ലിമിറ്റ്സ് ആണ് ലെസ് ദാൻ സീരീസിൽ, ലെസ് ദാൻ ഒജീവിൽ എടുക്കേണ്ടത്. അപ്പൊ അപ്പർ ലിമിറ്റ്സ് എല്ലാം എടുത്തോ. ലെസ് ദാൻ 5, less than 10, less than 15, less than 20, less than 25, less than 30, less than 35, less than 40. ഇവിടെ എഴുതാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആഡ് ചെയ്താണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ 4 എഴുതി. 4 + 6 10, 10 + 10 20, 20 + 10 30, 30 + 25 55, 55 + 22 77 അല്ലേ? യെസ്, 77. 77 + 18 95 എന്ന് കിട്ടും. 95 + 5 100 എന്ന് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇവിടെ 100 ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്, മിസ് ഇവിടെ 100 ആണോ അത് വേറെ എന്തെങ്കിലും ആണോ വരുന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് വരുന്നത് ഇതിന് ടോട്ടൽ ആയിരിക്കും. ഇതിന്റെ ടോട്ടൽ എടുത്തിട്ട് ഇവിടെ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് വേറെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തോ ഒരു തെറ്റുണ്ട്, ആഡ് ചെയ്തതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അതിനർത്ഥം. കാരണം ഇതിന്റെ ഫുള്ള് ടോട്ടൽ ആയിരിക്കും ഈ വരുന്ന ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇത് സെറ്റായോ? ഇനി നമ്മൾ ഫ്രീക്വൻസീസ് എല്ലാം കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? നമ്മൾ യെസ് ഫ്രീക്വൻസി പോളിഗൺ അല്ല, ഒജീവ്സ്, ലെസ് ദാൻ ഒജീവ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോവുക. ഇവിടെ നോക്കിക്കോ, ഞാൻ ഇതേപോലെ ലെസ് ദാൻ 5 10 15 20 25 എന്ന് പറഞ്ഞിട്ട് യെസ് 40 വരെ എടുത്തിട്ട് ഇവിടെ ക്ലാസ് ഞാൻ വരച്ചിട്ടുണ്ട് എക്സ് ആക്സിസിൽ. അതേപോലെ തന്നെ ഫ്രീക്വൻസീസ് ഞാനിവിടെ ഈ ഫ്രീക്വൻസിയാണ് എടുക്കണ്ടേ. ഇനി ഇതല്ല നമ്മൾ നോക്കുന്നത്, ഇത് രണ്ടും മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഡേറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ 2 കാര്യങ്ങൾ, ആ അവസാനത്തെ റെഡ് കളറിൽ എഴുതിയ 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. ഒരു ഡൗട്ടും അതിൽ വരരുത് കേട്ടോ. അതിൽ പോയിട്ട് വേറെ വരയ്ക്കാൻ നിൽക്കരുത്. ഇത് നോക്കാം, നമുക്ക് കർവ് വരയ്ക്കാം അല്ലേ?
5 എത്രയാടാ 4 ആണ്. 5 4 ആകുമ്പോൾ നമുക്ക് നേരെ ഇവിടേക്ക് വരയ്ക്കാം അല്ലേ, ഏറ്റവും താഴേക്ക് വരയ്ക്കാം. ഇനി 10 എത്രയാണ് 10 ആണ്, 10 10 ആണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് 20യുടെ ജസ്റ്റ് താഴെയായിട്ട് വരയ്ക്കാം. 15 എത്രയാണ് 15 20 ആണ്, യെസ് 20, 15 20 ആണ്. ഇനി 20 എത്രയാണ് 20 30 ആണ്, 30 നമുക്ക് 40യുടെ താഴെയായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി 25 എത്രയാണ് 25 77 സോറി 20 30 ആണ്, 25 55 ആണ്, 25 55 ആണ്. ഇവിടേക്ക് കൊടുക്കാം. 25 50 40യുടെ ഒരു അടുക്കായിട്ട് കൊടുക്കാം. ഇനി 30 77 ആണ്, 30 77, 80യുടെ ജസ്റ്റ് ഒരു നടുക്ക് ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കാം. രൂപത്തിൽ നമ്മൾ കൊടുക്കാം, അതൊക്കെ അറിയാലോ മക്കളുമാർക്ക്. ഇനി 35 95 ആണ്, 35 95, 100ന്റെ ജസ്റ്റ് ഇവിടെ യെസ് താഴേക്ക് നമുക്ക് കൊടുക്കാം 35. ഇനി 40 എത്രടാ 40 100 ആണ് കേട്ടോ, 40 100 ആണ്, 40 100, യെസ് 100 നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഈ കർവ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജോയിൻ ചെയ്യാം. നോക്കിക്കോ, യെസ് കണ്ടോ, സെറ്റ് അല്ലേ? ഇത് മനസ്സിലായി. ഇത് റൈസിങ് കർവ്, മേലേക്ക് പോണ ഒരു കർവ് ആയിട്ടാണ് വരുന്നത് അല്ലെ, മേലേക്ക് പോണ ഒരു കർവ് ആയിട്ടാണ് വരുന്നത്. കത്തിയോ ലെസ് ദാൻ ഒജീവ് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ലെസ് ദാൻ ഒജീവ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ലെസ് ദാൻ സീരീസ് എടുക്കണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ലെസ് ദാൻ സീരീസ് എടുക്കുന്നത്? യെസ്, അപ്പർ ലിമിറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ലോജിക്കലി നോക്കുവാണെങ്കിൽ ലെസ് ദാൻ 5, 5 കുറഞ്ഞ എത്ര ഉണ്ട് 4 ആണുള്ളത്, 10 കുറഞ്ഞ എത്ര ഉണ്ട് 6 ആണുള്ളത്, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ലെസ് ദാൻ 5, ലെസ് ദാൻ 10, ലെസ് ദാൻ 15 അങ്ങനെ എടുത്തിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ ആദ്യം എഴുതി, അതേപോലെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് 4 + 6 10, 10 + 10 30, 30 + 20, 20 + 10 30, അങ്ങനെ ആഡ് ചെയ്ത് ലാസ്റ്റ് 100 വരെ എത്തി. ലാസ്റ്റ് ഡിജിറ്റ് വരെ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? യെസ്, ഇനി നമ്മൾ ഇത് രണ്ട് മാത്രം നോക്കത്തുള്ളൂ. റെഡിൽ എഴുതി രണ്ട് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒജീവ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ലെസ് ദാൻ ഒജീവ്. സെറ്റ് ആയല്ലോ. ഇനി ഇതേപോലെയാണ് മോർ ദാൻ ഒജീവ് എന്ന് പറയുന്നത്. വരച്ച് കണ്ടോ, ഒരു സാമ്പിൾ വരച്ചെന്നൊരു കിട്ടി, ഇത്രേ ഉള്ളൂ. ഇനി ഇതേപോലെയാണ് മോർ ദാൻ ടൈപ്പ്. ജസ്റ്റ് ഒരു വ്യത്യാസമേ ഉള്ളൂ. മോർ ദാൻ ടൈപ്പിൽ നമ്മൾ അപ്പർ ലിമിറ്റ്സ് അല്ല എടുക്കുന്നത്, എന്തായിരിക്കും ലോവർ ലിമിറ്റ്സ്. ജസ്റ്റ് ഓപ്പോസിറ്റ്. അവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യണേ. കത്തിയോ, സെറ്റ് അല്ലേ? അപ്പൊ നോക്കിക്കോ, നമുക്ക് അതേപോലെ വരയ്ക്കാം. ഒരു ഡേറ്റ തന്നിട്ടുണ്ട്, ഡേറ്റയിൽ നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാം, ഒജീവ് കൺസ്ട്രക്ട് ചെയ്യാം. ഞാനിവിടെ ആ തന്നിരിക്കുന്ന ഡേറ്റാസ് അതേപോലെ ഫസ്റ്റ് 2 കോളത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ എഴുതിയ കോളം ഏതാ, മോർ ദാൻ സീരീസും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ പ്രിഫിക്സ് എടുക്കുന്നത് എവിടെയാ, നേരത്തെ ലെസ് ദാൻ അല്ലേ, ഇവിടെ മോർ ദാൻ എത്ര, മോർ ദാൻ 0, ലോവർ ലിമിറ്റ്സ് ആണ്. മോർ ദാൻ 0, മോർ ദാൻ 5, മോർ ദാൻ 10, more than 15, more than 20, more than 25, more than 30, more than 35. സെറ്റായോ, കത്തിയോ? ഇനി നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചെറിയൊരു കൺഫ്യൂഷൻ വരാം, ഒന്നുമില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എത്ര വരും? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാണ്, ആ ഒരു ഡേറ്റ തന്നെയാണ് ഇവിടേക്ക് എടുത്തിട്ടുള്ളത്, 100 അല്ലേ. 100 ഒരു ഡേറ്റ തന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കത്തുള്ളൂ കേട്ടോ, 2 ഒജീവം വരയ്ക്കാനേ ചോദിക്കുള്ളൂ. ഇനി നോക്കിക്കോ, 100 കിട്ടി. ആ 100 ആണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഫസ്റ്റ് എഴുതാൻ പോകുന്നത്, 100. ഇനി ആ 100ൽ നിന്ന് നമ്മൾ എന്താ മോർ ദാൻ ഒജീവിൽ പഠിച്ചത്, സബ്സ്ട്രാക്ട് ചെയ്യല്ലേ, മൈനസ് ചെയ്യല്ലേ. നോക്കിക്കോ, 100ൽ നിന്ന് 4 മൈനസ് ചെയ്യുക, 96. 96ൽ നിന്ന് 6 മൈനസ് ചെയ്യുക, 90. 90ൽ നിന്ന് 10 പോവാ, 80. 80ൽ നിന്ന് 10 പോയാൽ 70. 70ൽ നിന്ന് 25 പോയാൽ 45. 45 22 പോയാൽ 23. 23 18 പോയാൽ 5 ആയിട്ട് വരും. 5 5 പോയാൽ 0. കത്തിയോ, സെറ്റ് അല്ലേ? ഇത് മനസ്സിലായല്ലോ. ഇത് നമുക്ക് വരയ്ക്കാം. ഇവിടെ ഞാൻ അതേപോലെ എടുത്തിട്ടുണ്ട്, അതായത് 0 0 5 10 എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കോ, 0ൽ എത്രയാണ്, 100 ആണ്. 0 എവിടെ തന്നെയാ, y ആക്സിൽ തന്നെ അല്ലേ. അപ്പൊ നമുക്ക് y ആക്സിന്റെ മുകളിൽ തന്നെ എന്ത് ചെയ്യാം, ഈ 100 മാർക്ക് ചെയ്യാം. ഇനി 5ൽ എത്രയാണ്, 96 ആണ്. 5ൽ 96 നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം, ഇവിടേക്ക് മാർക്ക് ചെയ്യാം. 96 ഇവിടെ ആയിട്ട് വരും. ഇനി 10ൽ എത്രയാണ്, 90 ഇവിടേക്ക് മാർക്ക് ചെയ്യാം, രൂപത്തിന് മാർക്ക് ചെയ്യാം. 15ൽ എത്രയാണ്, 80 ആണ്. 15ൽ 80 ആണ്, നമ്മൾ 80 കറക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ, 80. ഇനി 20ൽ എത്രയാണ്, 70. 20ൽ 70 ആണ്. ഓക്കെ, ഇവിടെ അല്ല വരുന്നത്, ഇവിടെയാണ് വരുന്നത്, 15ൽ ഇവിടെ. ഓക്കെ, ഒരു ഡൗട്ട് വന്നതാണ്. ഒന്നുമില്ല. ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, 5ൽ നമുക്കിവിടെ യെസ്
എത്രയാണ് 5-ൽ എത്രയാണ് വരുന്നത്? 96 ആണ് വരുന്നത്. 5-ൽ 96 ആണ് വരുന്നത്. യെസ്, 96 ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി 10-ൽ എത്രയാണ് വരുന്നത്? 90 ആണ് വരുന്നത്. 10-ൽ 90 ആണ് വരുന്നത്. 90 നമുക്ക് യെസ് ഇതിന്റെ ഒരു 80യുടെ തൊട്ട് മേളിലേക്ക് മാർക്ക് ചെയ്യാം. ഇനി 15-ൽ എത്ര വരുന്നത്? 15-ൽ 80 ആണ് വരുന്നത് അല്ലേ? 15-ൽ 80 ആണ് വരുന്നത്. ഇനി 20-ലോ? 20-ൽ 70. 20-ൽ 70 ആണ് വരുന്നത്. 20-ൽ 70 നമുക്ക് 60യുടെ യെസ് തൊട്ട് മേലേക്ക് ഇത് ഇങ്ങനെയായിട്ട് മാർക്ക് ചെയ്യാം. ഇനി 25-ൽ 45 ആണ് വരുന്നത്. 25-ൽ 45. ഇനി 40യുടെ മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 30-ൽ എത്രയാണ് വരുന്നത്? 30-ൽ 23 ആണ് വരുന്നത് അല്ലെ? 30-ൽ 23 സോറി യെസ് ഇത് യെസ് 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 30-ൽ 23 ആണ് വരുന്നത്. 30-ൽ 23 എവിടെയാണ് വരുന്നത്? യെസ് ഇവിടെ നമുക്ക് ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? 25 എന്ന് പറയുമ്പോൾ ഇവിടേക്കായിരുന്നു, ഇതിന് നേരേക്കായിരുന്നു. 30-ൽ 23 യെസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കർവ് വേറെ എങ്ങോട്ടെങ്കിലും പോകും. ഒരു ഡൗട്ട് വരരുത്. 35-ൽ എന്താണ് വരുന്നത്? 35-ൽ 5 ആണ് വരുന്നത്. 35-ൽ 5 നമുക്ക് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 40-ൽ എന്താണ്? ഒബ്വിയസ്ലി 0 ആണ്. അപ്പം നമുക്ക് ഇവിടെ ആയിരിക്കും മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ, ഇവിടെ ആയിരിക്കും മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി കർവ് എന്ത് ചെയ്യാം? നമുക്ക് യോജിപ്പിക്കാം. കർവ് യോജിപ്പിക്കാം. ഫ്രീ ഹാൻഡായിട്ട് യോജിപ്പിച്ചാൽ മതി. യെസ് താഴെ നിന്ന് ഇങ്ങനെ കുത്തുന്ന പോലെ വരുന്നത് അല്ലേ? താഴെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ യെസ് പോകുന്നതാണ്. ഇവിടെ എന്തായിരിക്കും? മേലേക്കായിരിക്കും പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇത് രണ്ടും വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചോദ്യം കൂടി ഉണ്ടായിരിക്കും. ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കുക? ഒരു സാധനമുണ്ട്. യെസ് ഞാൻ നേരത്തെ വരച്ചത്. ഗ്രാഫിക്കലി ലൊക്കേറ്റ് മീഡിയൻ. ഹിസ്റ്റോഗ്രാമിലൂടെ നമ്മൾ മോഡാണ് കണ്ടുപിടിക്കുന്നത് ഉണ്ടെങ്കിൽ ലെസ് ദാൻ ഒജീവിലൂടെയും മോർ ദാൻ ഒജീവിലൂടെയും നമ്മൾ മീഡിയൻ ആണ് കണ്ടുപിടിക്കുന്നത്. മീഡിയൻ ആണ്. എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കുക? സിമ്പിൾ ആണ്. ഈ വരച്ച 2 ഒജീവ് എന്താ ഇപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലെസ് ദാൻ ഒജീവ്, ഇത് ലെസ് ദാന്, ഇത് മോർ ദാന്. അതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ട് യെസ് പേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ജസ്റ്റ് വരച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ മതി. രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ആ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക? നേരെ താഴേക്ക് യെസ് വരയ്ക്കുക. ഇവിടെ എനിക്ക് 25 ആണ് കിട്ടിയത്. അപ്പൊ 25 നമുക്ക് എന്തും അറിയാം, മീഡിയൻ ആയിട്ട് പറയാം. അതേപോലെ ചിലപ്പോൾ 25 അബ്സ്ട്രാക്ട് കിട്ടണം എന്നില്ല, വേറെ ആയിരിക്കും കിട്ടുന്ന, ഒരു കുഴപ്പമില്ല. ഒജീവ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് താഴോട്ട് വരച്ചാൽ മതി. ഒരു ഒജീവ് മാത്രം വരച്ചിട്ട് മീഡിയൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും നമ്മൾക്ക് എന്ത് ചെയ്യണം? ആവശ്യമുണ്ട്. അപ്പൊ ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ ഈസി ആയിട്ട്, ഫ്രീക്വൻസി പോളിഗൺ അല്ല, ഫ്രീക്വൻസി ഡയഗ്രാംസ് നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ഹിസ്റ്റോഗ്രാം പഠിച്ചു, ഫ്രീക്വൻസി പോളിഗൺ പഠിച്ചു, ഫ്രീക്വൻസി കർവ് പഠിച്ചു, ഒജീവ്സ് പഠിച്ചു. ഒജീവ്സിൽ 2 എണ്ണം ഉണ്ട്, ലെസ് ദാനും മോർ ദാനും. സെറ്റ് അല്ലേ? അപ്പൊ മക്കളുമാർക്ക് എല്ലാം ഈ വീഡിയോ ഞാൻ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ലേണിംഗ് ഞാൻ ആശംസിക്കുന്നു. ഇനിയും കാണുന്നവരെ ബൈ.